എനിക്ക് വന്ന കുറച്ച് കമൻസുകളാണ്. ചേച്ചി നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ, പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ, നമുക്ക് അതിനുള്ള സാലറി കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് കമൻസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പേഴ്സണലി. അപ്പം ഞാൻ അതിന് ഒരു റിപ്ലൈ ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നതും കൂടെ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കമൻസ് ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുവൈറ്റ് പ്രോമെട്രിക്കൊക്കെ പാസ്സായി, ഞങ്ങൾ കുവൈറ്റിലോട്ട് വരാനിരിക്കുകയാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജോലി കിട്ടിയത്, വിസയൊക്കെ റെഡി ആയിരിക്കുന്നത്. അപ്പം ചേച്ചി അങ്ങോട്ട് വരുന്നത് നമുക്കൊരു ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റുമോ, സാലറിയൊക്കെ നമുക്ക് എങ്ങനെയായിരിക്കും, നമുക്കാണെങ്കിൽ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ സാലറി കൊണ്ടെന്നൊക്കെ മെസ്സേജ് അയച്ച കുറച്ച് പേരുണ്ട് കേട്ടോ. അവർക്കുള്ള ഒരു റിപ്ലൈ ആണ് ഈ വീഡിയോ. ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പ്രൈവറ്റിലോട്ട് വരുന്നവർ എംഒഎച്ചുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഈ പ്രൈവറ്റും എംഒഎച്ചും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എല്ലാവരും പറയും അയ്യോ പ്രൈവറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് മുന്നോട്ട്, അങ്ങനെ ഒന്നുമില്ല. പ്രൈവറ്റിൽ നിന്നാലും നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഫാമിലി ആയിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാനൊക്കെ പറ്റും. എന്നും പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ഉള്ളൊരു രാജ്യമൊന്നുമല്ല കുവൈത്ത്. നമുക്ക് ടാക്സോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ കുട്ടികളുടെ എഡ്യൂക്കേഷന് കുറച്ചുകൂടെ പൈസയാവും, അല്ലാതെ നമ്മൾക്ക് ഒരുപാട് എക്സ്പെൻസ് ഉള്ള രാജ്യമൊന്നും അല്ല കുവൈറ്റ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും ഒക്കെ ഗവൺമെന്റ് കിട്ടുന്ന സ്റ്റാഫുകൾക്ക് കിട്ടുന്ന അതേ സാലറി തന്നെ മേടിക്കുന്ന സ്റ്റാഫുകളുണ്ട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ക്ലിനിക്കുകളിലും ഒക്കെ. അപ്പോൾ കുറേ പേര് പറയും അയ്യേ പ്രൈവറ്റിലാണ് നിങ്ങൾക്ക് മിനിസ്ട്രിയിൽ കിട്ടിയില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അത്യാവശ്യം നല്ല സാലറിയോടുകൂടി വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് മിക്കവരും. നിന്നുകൊണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമാണ്. പിന്നെ ഒരുപാട് അങ്ങ് സേവിങ്സ് പറ്റുമെന്ന് ചോദിച്ചാൽ ഒരുപാട് അങ്ങ് സേവിങ്സ് ഒന്നും പറ്റത്തില്ല. നമുക്ക് ജീവിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫിന് അത്യാവശ്യം സാലറിയും ജോലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബം ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് കുവൈറ്റ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എംഒഎച്ചിലെ സ്റ്റാഫുകൾക്കും കിട്ടുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ. എന്തെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടും നമുക്ക് സംസാരിക്കാനും, നമുക്കിപ്പോൾ ഒരു 1 month ലീവ് എക്സ്റ്റൻഷൻ വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ നമ്മുടെ മാനേജ്മെൻറ്റിനോടോ HR-നോടോ ഒക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രൈവറ്റിൽ. അതൊക്കെയാണ് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും കാര്യങ്ങൾ. അത്രേ ഉള്ളൂ. എംഒഎച്ചിനെ കമ്പയർ ചെയ്യുമ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എംഒഎച്ചിലും കിട്ടുന്നതാണ്. പക്ഷേ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് ഒരിക്കലും ഒരു നിരാശ വേണ്ട. എംഒഎച്ചിൽ കിട്ടിയില്ല, മിനിസ്ട്രി കിട്ടിയില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിഷമമായിട്ട് തോന്നത്തില്ല പ്രൈവറ്റിൽ വന്ന് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളതിന് വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ പ്രൈവറ്റിലെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇത്ര വർഷം കഴിഞ്ഞ് നമ്മളിവിടുന്ന് റിസൈൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരു മണിയുടെ സെറ്റിൽമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പം ലീവും കാര്യങ്ങളും ഒക്കെ വേണം. ഇപ്പം നമുക്ക് എന്തെങ്കിലും സിക്കുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, നമ്മളാണെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ലീവും കാര്യങ്ങളും ഒക്കെ കിട്ടും. പ്രൈവറ്റ് സെറ്റല്ലേ. പക്ഷേ ഗവൺമെൻറ്റിൽ അങ്ങനെയൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾക്കാണെങ്കിൽ മെറ്റേണിറ്റി 70 days ഉണ്ട്. മറ്റേടത്താണെങ്കിൽ 1 month ഉള്ളൂ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 70 days ഉണ്ട് മെറ്റേണിറ്റി. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ട്, എമർജൻസി ലീവ് ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും അസുഖങ്ങളാണ് അല്ലെങ്കിൽ മരണപ്പെട്ടു അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിച്ച് ഒരു ലീവ് 1-2 ദിവസത്തെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്താണെങ്കിലും നമുക്ക് വേഗം നാട്ടിൽ പോകാനും കാര്യങ്ങളും ഒക്കെ പറ്റും പ്രൈവറ്റിൽ നിന്നാൽ. അതുകൂടാതെ നമുക്ക് സാലറി ആണെങ്കിലും ഗവൺമെൻറ് മേടിക്കുന്ന സ്റ്റാഫുകളുടെ അത്രയും സാലറി മേടിക്കുന്ന സ്റ്റാഫുകളുണ്ട് പ്രൈവറ്റിൽ. അത് നമ്മൾ പലരൊക്കെ അറിയത്തില്ല പ്രൈവറ്റ് ആണ് അല്ലേ എന്ന് നമ്മൾ പറയുന്നെങ്കിലും പ്രൈവറ്റിലുള്ള സ്റ്റാഫുകൾക്കും നല്ല സാലറിയുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കയറുന്ന സ്റ്റാഫുകൾക്ക് ഭയങ്കര ലക്കിയാണ്. ഞാനൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് കൂട്ടല്ലേ, ഇപ്പോഴത്തെ ഒന്നാമത് പ്രൊമട്രിക് എക്സാമും കൂടെ ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് എക്സാം എഴുതി വരുന്നവർക്ക് ഭയങ്കര ലക്കിയാണ്. അവർക്ക് വരുമ്പോൾ തന്നെ 400 തൊട്ട് സാലറി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ റേറ്റ് വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എത്ര രൂപ സാലറി ഉണ്ടെന്ന്. അപ്പം പലരും പറയും പ്രൈവറ്റ് ആണെന്ന്. പക്ഷെ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ പുച്ഛിക്കൊന്നും വേണ്ട. പ്രൈവറ്റ് എന്ന് പറഞ്ഞാലും അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഫാമിലി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാലറിയും എല്ലാ കാര്യങ്ങളും സെറ്റിൽമെന്റ് ഉൾപ്പെടെ കിട്ടുന്നുണ്ട്. ഇപ്പം എംഒഎച്ചിലാണെങ്കിൽ മെറ്റർനിറ്റി ലീവ് 1 month അല്ലെങ്കിൽ 30 days ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റിൽ 70 days ആണ്. ഞാൻ അതാണ് പറഞ്ഞത്, രണ്ടിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് 1 month ആനുവൽ ലീവ് ഉണ്ട്, 35 days ആനുവൽ ലീവും കാര്യങ്ങളും ഉണ്ട്, സിക്ക് ലീവ് ഉണ്ട്, 15 days മെഡിക്കൽ ലീവ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഒരു എമർജൻസി ആയിട്ട്
നമുക്ക് നാട്ടിൽ പോകണം, നമ്മൾ ചെന്ന് നമ്മുടെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമുക്കത് കിട്ടും. നമുക്ക് ഒരുപാട് ഫോഴ്സ്ഫുള്ളോ കാര്യങ്ങളോ പലയിടത്ത് പോയി കാണുന്ന ആവശ്യമൊന്നും വരത്തില്ല പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഉണ്ട്, 1 month ലീവ് വേണം, അങ്ങനെ ഇപ്പം നമ്മളുടെ ആൾക്കാരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ അവർക്കാർക്കെങ്കിലും വയ്യ എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് വേഗം ചെന്ന് സംസാരിക്കാൻ പറ്റും മാനേജ്മെൻറ്റിനോടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇൻചാർജിനോടൊക്കെ സംസാരിച്ച് അവർ നമുക്ക് വേണ്ടി സംസാരിക്കും. അപ്പം മറ്റേടത്തും കിട്ടത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് ബെനിഫിറ്റ്സ് ഇവിടെയുണ്ട്, ഒത്തിരി മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ സെറ്റിൽമെൻ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ബോണസ് ഉണ്ട്, ഇയർലി ഇൻക്രിമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ മിക്ക ഹോസ്പിറ്റലിലും ഇയർലി ഇൻക്രിമെൻ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്. പിന്നെ എക്സ്ട്രാ റേഡിയേഷനിലൊക്കെ നിൽക്കുന്നെങ്കിൽ ചെറിയ ബോണസ് അലവൻസ് ഒക്കെ തരുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അതുപോലെ തന്നെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നുണ്ട്, അക്കോമഡേഷൻ്റെ പൈസ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ അക്കോമഡേഷൻ നിന്നില്ലെങ്കിൽ പോലും അക്കോമഡേഷൻ്റെ പൈസ കൊടുക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ മണി കൊടുക്കുന്നുണ്ട്. ചിലപ്പം ഒന്നെങ്കിലും മിക്ക ഹോസ്പിറ്റൽസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ബേസിക് സാലറി ഇപ്പോൾ 300 പറഞ്ഞിട്ടായിരിക്കും കയറ്റുക, അല്ലെങ്കിൽ 400 പറഞ്ഞിട്ടായിരിക്കും കയറ്റുന്നത്. ഇത്ര നാൾ അല്ലെങ്കിൽ 6 months കഴിയുമ്പോൾ നമ്മുടെ ലൈസൻസ് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് 50K ഇൻക്രിമെൻറ്റ് കിട്ടുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അങ്ങനെ പല ബെനിഫിറ്റ്സ് ഉണ്ട് പ്രൈവറ്റിൽ വരുന്നവർ. അപ്പോൾ പ്രൈവറ്റിൽ വരുന്നവരൊന്നും ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട. നമ്മുടെ ഹസ്ബൻഡിനും അത്യാവശ്യം നമ്മുടെ കൂട്ടൊക്കെ തന്നെ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തന്നെ ഒരു സ്ഥലമാണ് കുവൈത്ത്. ഒരു യൂറോപ്യൻ കൺട്രി പോലെ ടാക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒരു ലൈഫ് കൊണ്ടുവരും. പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ പൈസയും കാര്യങ്ങളും ഒക്കെ ആവുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ പ്രൈവറ്റിലോട്ട് വരുന്നവരും കമൻറ്റ് ഇട്ടവരും ഒക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് കിട്ടിയെങ്കിലും അത്യാവശ്യം നല്ല സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കയറിപ്പോരുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സിംഗിളായിട്ട് താമസിക്കുന്നവർക്കാണെങ്കിൽ വലിയ ചിലവും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു 35-30K നമുക്ക് മാസം എക്സ്പെൻസ് വരത്തുള്ളൂ. അതേസമയം ഫാമിലി ആയിട്ടുള്ളവർക്കാണ് കുറച്ചും കൂടെയൊക്കെ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് കുറച്ചും കൂടെയൊക്കെ പൈസയും കാര്യങ്ങളും ഒക്കെ ആവുന്നത്. സിംഗിളായിട്ട് വന്ന് ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, ഫാമിലി നാട്ടിലാണ്, ഒറ്റയ്ക്കൊക്കെ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒരു മടിയും വേണ്ട, ധൈര്യമായിട്ട് പോകും. നന്നായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരു മടിയെന്നല്ല, സിംഗിളായിട്ട് താമസിക്കുന്നവർക്ക് ഒന്നും കൂടെ സേവ് ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ടുള്ളവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, കാരണം ചിലവും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇങ്ങോട്ട് വരാനിരിക്കുന്നവരാരും ഒന്നും കൂടി ടെൻഷൻ അടിക്കും കേട്ടോ. പ്രൈവറ്റിലോട്ട് വരാനിരിക്കുന്നവർ മോശം കിട്ടിയില്ല എന്നുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ലൈക്കൊക്കെ ഭയങ്കര കുറവാണ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു, ബൈ.